ഹലോ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ. ഓക്കെ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 528/2023 ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കാറ്റഗറി നമ്പർ ഉണ്ട് 528/2023 ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിപ്ലോമയാണ്. ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ഓർ ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ അവാർഡഡ് ബൈ ദ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു ഡിപ്ലോമയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ആദ്യം പറയുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു റിക്വയർഡ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്വാളിഫൈഡ് ഹാൻഡ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഇൻ അഗ്രികൾച്ചർ, അതും ഇതിൽ മാനദണ്ഡമായിട്ട് ക്വാളിഫിക്കേഷനായിട്ട് എടുക്കാവുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ ഡിപ്ലോമ അഗ്രികൾച്ചറിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരില്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, അഗ്രികൾച്ചറിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷനിൽ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു ഗുഡ് ഫിസിക്ക് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 to 63,700. ഇതാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വേക്കൻസീസ് ഇവിടെ പറഞ്ഞേക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഇതിന് കഴിഞ്ഞ അഡ്വൈസിൽ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉറപ്പായിട്ടും ഈ തവണയും നമുക്ക് നല്ലൊരു വേക്കൻസി പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം വിളിക്കുന്ന ഒരു പോസ്റ്റും കൂടാണ്. അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു വേക്കൻസി ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 18 തൊട്ട് 37 വയസ്സ് വരെയുമാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. അതുകൂടാതെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ, എല്ലാ സാധാരണ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലുള്ള അതേപോലുള്ള ഏജ് റിലാക്സേഷൻ ഈ കമ്മ്യൂണിറ്റീസിൽ പെടുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 17/1/2024 ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഡേറ്റാണ്. 17/1/2024. ആ ഡേറ്റിന് മുമ്പ് തന്നെ എല്ലാവരും, ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു പോസ്റ്റാണ്. സാലറി വൈസായിട്ടും വേക്കൻസി വൈസായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇത് മറക്കാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു സിലബസ് ഒരു ഐഡിയ തരാം. എങ്ങനെയാണ് സിലബസ്? ജനറൽ ഐഡിയ ആണ്, ഡീറ്റെയിൽ അല്ല. നമ്മൾ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ബേസ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. ഇതുകൂടാതെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് സിലബസിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ്. സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു നമ്മളൊരു വീഡിയോ നല്ലൊരു വെബിനാർ തന്നെ നമ്മൾ ഉടനെ തന്നെ നടത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വെബിനാറിന് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടെ കാര്യങ്ങൾ, ഈ ഒരു എങ്ങനെയാണ് സിലബസ്, എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ ഒരു വെബിനാർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ സിലബസ് നമുക്ക് നോക്കാം. ഓവർവ്യൂ. ഇതിൽ 3 പാർട്ടാണ് പറയുന്നത്. അതായത് പാർട്ട് 1 എന്ന് പറയുന്നത് ക്രോപ്പ് പ്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ് അഗ്രോണമി, അതുപോലെ തന്നെ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി. അപ്പോൾ ഇത് രണ്ടുമാണ് ക്രോപ്പ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് 1 ഉള്ളത്. ഓക്കെ, അതുപോലെ പാർട്ട് 2 എന്ന് പറയുന്നത് ക്രോപ്പ് പ്രൊട്ടക്ഷനാണ്. അതിനകത്ത് വരുന്നതാണ് അഗ്രികൾച്ചറൽ എൻഡോമോളജിയും പ്ലാന്റ് പതോളജിയും. ഓക്കെ, അഗ്രികൾച്ചറൽ എൻഡോമോളജിയും പ്ലാന്റ് പതോളജി. ഇനി അടുത്ത പാർട്ട് 3 ആണ് സിലബസിൻ്റെ. അതെന്ന് പറയുന്നത് ക്രോപ്പ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അതിനകത്ത് വരുന്നത് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ്, സീഡ് ആൻഡ് സീഡ് ടെക്നോളജി, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചറൽ എക്കോണമിക്സ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ. ഇത്തരം കാര്യങ്ങളാണ് പാർട്ട് 3 വരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഒരു വെബിനാർ നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബിനാറിന് നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങൾ പങ്കെടുക്കുക. അപ്പം ആ വെബിനാറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ വെബിനാർ ഒരു ഫ്രീ വെബിനാറാണ്. അപ്പോൾ ഈ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.